ഹലോ ഗായ്സ്, ഇന്ന് ഒരു കുട്ടി മോർണിംഗ് റൊട്ടീൻ കേട്ടോ. രാവിലെ ഒരു 6:30 to 7:30 ഒക്കെ ആകുമ്പോഴത്തേനും ഞാൻ എണീക്കും. ഓരോ ദിവസം ഓരോ പോലെയാണ്. നേരത്തെ എണീക്കും ദിവസം നേരത്തെ എണീക്കും. വലിയ തിരക്കൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഒരു 7:30 ഒക്കെ ആകുമ്പോൾ എണീക്കും. ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെ എണീക്കണമായിരുന്നു, ഹെയർ വാഷൊക്കെ ചെയ്യാണ്ട്. സോ ഞാനൊരു 6 to 6:30 ഇടയ്ക്ക് എണീറ്റ ഉടനെ എന്ന് രാവിലെ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടൊന്ന് ശുദ്ധവായു ശ്വസിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ആ പുഴയിലെ വ്യൂ ഒക്കെ കാണുമ്പോൾ മനസ്സിനൊരു പോസിറ്റീവ് എനർജി രാവിലെ തന്നെ കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് രാവിലെ നേരത്തെ പറഞ്ഞ പോലെ തലയിൽ എണ്ണയൊക്കെ ഒന്ന് വെച്ച് ഒന്ന് സെറ്റായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഹാഫ് ആൻ അവർ എണ്ണയൊക്കെ ഒന്ന് വെച്ച് എൻ്റെ ഹെയർ കട്ടിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഹെയർ വാഷ് ചെയ്തപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിക്കൊന്ന് എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ ഇരുന്നു. ആ ഒരു ടൈം കൊണ്ട് ഞാൻ മെല്ലെ ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കുടിച്ച് ബാൽക്കണിയിലെ വ്യൂ ഒക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരുന്നു. ഞാൻ മിക്ക ദിവസങ്ങളും രാവിലെ ഇപ്പോൾ ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറ്. ബാൽക്കണിയിൽ കുറച്ച് നേരം പോയിരിക്കും. അവിടെ ഇരിക്കുമ്പം പുഴയിലോട്ടൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഒരു സുഖം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചിരുന്നു. അത് കഴിഞ്ഞ് അയൺ ചെയ്യാനുണ്ടായിരുന്നു ഡ്രസ്സ്. ഇന്നിടാനുള്ള ഡ്രസ്സ് ഏകദേശം ഒരു ഐഡിയ ഞാൻ രാത്രി തന്നെ വെക്കും, നാളെ ഇതിടണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി പ്രാഞ്ചിയുടെ ഷർട്ടാട്ടോ. പ്രാഞ്ചിക്ക് ഇപ്പോൾ പാകല്ല എന്ന് പറഞ്ഞ് എനിക്ക് തന്നേക്കുക. അപ്പോൾ ഞങ്ങളങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ അത് കഴിഞ്ഞ് നേരെ പോയി കുളിച്ച് ഒരുങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചായ കുറച്ച് നേരം എടുത്ത് വെച്ചതുകൊണ്ട് അതൊന്ന് പാടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും പുട്ടിന് എനിക്ക് തേങ്ങ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ നിറച്ച് തേങ്ങ ഇട്ട് വെച്ചത്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ വന്ന് ഒരുങ്ങാൻ തുടങ്ങി. ആദ്യം ഫേസ് ഒന്ന് വാഷ് ചെയ്തു. ഫേസ് വാഷ് ഇട്ട് ഞാൻ കുളിക്കാൻ കയറിയെങ്കിലും ഫേസ് വാഷ് ഇട്ടൊന്നും മുഖം കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് ഫേസ് വാഷ് ചെയ്തു. അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ദെൻ വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. ഇപ്പോൾ മഴ ആയതുകൊണ്ട് സൺസ്ക്രീനും അപ്ലൈ ചെയ്തില്ല. ദെൻ ഒന്ന് കണ്ണെഴുതി. ഗോഡ് ബ്ലെസ് മീ. ഇതാണ് എൻ്റെ രാവിലത്തെ അവസ്ഥ. രാവിലെ എണീറ്റ് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടൊക്കെ സ്ഥിരം 1-2 നിൽക്കില്ലായിരുന്നു, ഭയങ്കര തുമ്മലായിരുന്നു. ഇപ്പോൾ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു തന്നെ ഞാൻ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞ് മസ്കാര അപ്ലൈ ചെയ്തു. വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല, ജസ്റ്റ് കണ്ണ് മാത്രമേ എഴുതാറുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ണ് എഴുതി മസ്കാര ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് മുടി ഉണക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ടാസ്ക്. അപ്പോൾ മുടി വെട്ടിയതുകൊണ്ട് അധികം മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ടാസ്ക് അല്ല അത്. ഹെയർ ഡ്രയർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉണക്കിയെടുക്കാം. അതിന് മുന്നേ ഇതൊരു ഹെയർ ഗ്രോത്ത് സെറമാണ്. ഇത് ആക്ച്വലി ഓവർനൈറ്റ് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആക്ച്വലി അപ്ലൈ ചെയ്യാറുണ്ട്. അതുകൊണ്ട് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് നല്ലോണം ഒന്ന് റബ്ബ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കും. ജസ്റ്റ് ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്രയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു ഹെയർ സിറം കൂടെ അപ്ലൈ ചെയ്തിട്ട് ഹെയറിന് ബ്ലോ ഡ്രൈ ചെയ്യും. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ടാസ്ക്. അപ്പോൾ രാവിലെ ഇതൊക്കെ ചെയ്ത് ഒരുങ്ങി പിടച്ച് ക്ലാസ്സിലോട്ട് എത്തുമ്പോഴത്തേനും ഒരു 9 മണി 9:30 അടുത്താവും കേട്ടോ. അപ്പോൾ ഇതാണ് രാവിലത്തെ. മിക്ക ദിവസങ്ങളിലും ഇതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. എന്നും രാവിലെ ഇങ്ങനെ തലയൊന്നും ഉണക്കാനുണ്ടാവില്ല. എന്നാലും ഏകദേശം ഈ ഒരു റൊട്ടീനിലാണ് ഇപ്പോൾ കുറച്ച് ഏകദേശം ഒരു മാസമായിട്ട് എൻ്റെ മോർണിംഗ് റൊട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മോർണിംഗ് എങ്ങനെയാണ്? ബിസിയുള്ള മോർണിംഗ് ആണോ അതോ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള മോർണിംഗ് ആണോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് അവിടെ ക്ലാസ്സിലോട്ട് എത്തിയപ്പോഴത്തേനും മഴയൊക്കെ നനഞ്ഞ് അവിടെ എത്തിയപ്പോഴത്തേനും ഏകദേശം കോലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതിരിക്കും. ബൈ.